എമ്പുരാൻ സിനിമയിലെ കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. അല്ല, അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ട് ഇവിടെ. നേരിട്ടില്ല. നിങ്ങൾ ആദ്യം മുതൽ ഞാൻ പറയുന്നുണ്ട്, ഭാരതത്തിൽ ഈ കിരാതമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പൊ കിടന്നൊരു അങ്കലാപ്പ് ഉണ്ടാക്കാതെ, ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങള്? JPC-യിൽ ഇട്ടത് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ? ഇവിടെ നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ വന്നേ? ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇലക്ഷന് തൊട്ടു മുമ്പാണ്, കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, അവരിത് ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ. അപ്പൊ അവരുടെ വിഷമം എന്താ? ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു. അത് കണ്ട അങ്കലാപ്പാണ്. ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. നിങ്ങൾ റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിച്ച് ആ റബ്ബർ കർഷകനിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്ക് ഒരു MPയും ഇല്ല എന്നുള്ള വിഷമം ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാം. അല്ലെങ്കിൽ പിന്നെ എന്താ ആങ്ങളെയും പെങ്ങളും വരാഞ്ഞത്? നമ്മൾ തമ്മിലുള്ള കണക്കുകൾ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചാക്കോച്ചി. ആരാ നിങ്ങൾ? ആരാണ് നിങ്ങൾ? ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ജനങ്ങളാണ് വലുത്. പ്ലീസ്. നടക്കാൻ പോകുന്നത് ചീള് വെടിക്കെട്ടൊന്നുമല്ല, കണ്ണഞ്ചിപ്പിക്കുന്ന ബോംബേറ്. ആ കുത്തി കുത്തി വടിവാൾ കുത്ത എല്ലൊടിച്ചാൻ പാട്ട്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, സുരേഷ് ഗോപി പറയുന്നതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കുന്നത്. ഇത് സുരേഷ് ഗോപി പറയുന്നതിനെ സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. സുരേഷ് ഗോപിയുടെ പാർട്ടി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല. BJPക്ക് സംശയമുണ്ട്. അത് ജോറായി. എനിക്കിഷ്ടം. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ജോൺ ബ്രിട്ടാസ്, മുന്ന എന്നും ജൂദാസ് എന്നും 2 പേരുകളാണ് പറയുന്നത്. അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്തിനാ എഴുന്നേറ്റെന്ന് അവർ ചോദിക്കുന്നു. ഞാൻ സുരേഷ് ഗോപിയാന്ന് പറഞ്ഞിട്ടില്ല. അവിടെയാണ് പ്രശ്നം. രാഷ്ട്രീയ സംഭാഷണത്തില്, പ്രതിപാദനത്തില് ചില ഇമേജസ് നമ്മൾ ഉപയോഗിക്കും സ്വാഭാവികമായിട്ട്. ഇപ്പം 30 വെള്ളിക്കാശിന് ജൂദാസ് ഒറ്റുകൊടുത്ത പോലെ എന്നൊക്കെ പറയാറുണ്ട്. അത് രാഷ്ട്രീയത്തിലൊരു പ്രയോഗമാണ്. പക്ഷേ മൂപ്പർക്ക് പെട്ടെന്ന് അങ്ങ് തോന്നി മൂപ്പറാണ് മുന്ന, മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി. യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കി ജോർജ് കുര്യൻ കുറേയും കൂടി ബുദ്ധിപരമായിട്ട് സീറ്റിൽ പതുങ്ങിയിരുന്നു. ഇനി അഥവാ മൂപ്പറ തല വിളിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പർ എഴുന്നേറ്റിട്ടേ ഇല്ല. സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കനായതുകൊണ്ട് മൂപ്പർ വിചാരിച്ചത് മൂപ്പറെ കുറിച്ചാണ്, അല്ലെങ്കിൽ മൂപ്പറക്കൊരു തോന്നലുണ്ടായി അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റു. അതിന് വേറൊരു അക്ഷരം മാറ്റണം. അതിനകത്ത് വെച്ചാൽ അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു അഭിനയ മികവിന്റെ ഒരു പ്രതിഫലനാണ്. ഈ കാണുന്നതല്ലവൻ, ഈ കാണിക്കുന്നതല്ലവൻ, പിന്നെ ആരാവൻ? അതെ, അദ്ദേഹം ഒരു നടനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് വ്യത്യസ്ത ഭാവതലങ്ങൾ ആർജിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഒരു സർഗശേഷിയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക വിനോദമായിട്ട് നമ്മൾ കണ്ടാൽ മതി. അപ്പൊ എല്ലാവരെയും നിങ്ങൾ വളരെ ഗൗരവത്തിൽ എടുക്കരുത്. നിങ്ങളോടൊരു അപേക്ഷയാണ്. അദ്ദേഹത്തിന് നമ്മൾ കുറേം കൂടിയിട്ട് ഒരു എമ്പതിയോടെ, സിമ്പതി എന്നുള്ള വാക്കിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന എമ്പതിയാണ്, ഒരു അനുതാപത്തോടെ കാണാൻ നമ്മൾ ശ്രമിക്കണം. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി.